بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشدا أما بعد أعوذ بالله من الشيطان الرجيم إنا أعطيناك الكوثر فصل لربك وانحر ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് ഡോക്ടർ സാലിഹ് ബിൻ ഹുമൈദ് ആയിരുന്നു വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഖുതുബ ഓതിയിരുന്നത്. അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം യഥാർത്ഥത്തിൽ ഇന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങൾ ശരിക്ക് ശ്രദ്ധ ചെലുത്തി മനസ്സിലാക്കേണ്ടതായ ഒരു പ്രധാന വിഷയമാണ്. കാരണം മുസ്ലിങ്ങൾ ഇന്ന് ജീവിക്കുന്ന ജീവിതം അവരുടെ നേതാവും നമ്മുടെ നേതാവുമായ നമ്മുടെ കണ്ണിലുണ്ണിയായ ഞാൻ ഈ സംസാരിക്കുന്ന വിശുദ്ധ മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമുമായി പരിപൂർണ പിന്തുടർച്ച കൈക്കൊണ്ടിട്ടാണോ അല്ലേ എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ധാരാളമായി ലോകത്തിൽ സംഭവിക്കുന്ന സർവ്വ സംഭവ വികാസങ്ങൾക്കും, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നതായ സംഭവ വികാസങ്ങൾക്കും എല്ലാം പ്രധാന കാരണമായിട്ട് നാം കാണുന്നതാണ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമുമായുള്ളതായ ഉമ്മത്ത് മുഹമ്മദിന്റെ അകൽച്ച. ഉമ്മത്ത് മുഹമ്മദ് നബിയോട് എത്ര കണ്ട് പിന്തുടരുന്നുവോ, എത്ര കണ്ട് അവരുടെ ബേക്കിൽ അണിനിരക്കുന്നുവോ, എത്ര കണ്ട് അവരുടെ ജീവിതത്തെ നമ്മുടെ ജീവിതമാക്കി മാറ്റുന്നുവോ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തെ നമ്മുടെ ജീവിതമാക്കി മാറ്റുന്നുവോ, അത്ര കണ്ട് നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയം കൈവരുത്തുവാനും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും നമ്മളിലുള്ളതായ വിപത്തുകളും പരീക്ഷണങ്ങളും എല്ലാം അത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതായ പരീക്ഷണങ്ങൾ ലഘൂകരിക്കുവാനും എല്ലാം കാരണമായി തീരുന്നതാണ്, സംശയമേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് മക്ക ഇമാമ് തുടക്കത്തിൽ തന്നെ ആരംഭിച്ച വിഷയമാണ് അബ്തർ, അഥവാ അള്ളാഹുവിന്റെ റസൂലിനോട് പരിപൂർണ പിന്തുടർച്ച കൈകൊള്ളാൻ കൂട്ടാക്കാത്ത വിഭാഗം അവര് അള്ളാഹുവിന്റെ അനുഗ്രഹം മറ്റവരാണ് എന്ന കാര്യം. അപ്പോൾ മൻഷൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വകരിഹു, ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അറുപ്പും വെറുപ്പും ഉണ്ടാവുകയും, അല്ലെങ്കിൽ അവരുടെ ഹദീനോട്, സുന്നത്തിനോട്, ചെറിയോട് അറുപ്പും വെറുപ്പും ഉണ്ടാവുകയും, അവരുടെ ജീവിതം അതിനെ അനുസരിക്കാതിരിക്കുകയും അതിനോട് അറുപ്പും വെറുപ്പും പ്രാവർത്തികമായി പ്രകടമാക്കുകയും ചെയ്യുന്ന വിഭാഗം, അത് അവര് മഹാ അപകടത്തിലാണ്, മഹാനാശത്തിലാണ്, മഹാനഷ്ടത്തിലാണ്. അവരെന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിനെ വെറുപ്പിക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ ജീവിതത്തോട് വെറുക്കുന്ന, അവരുടെ മൻഹജിനോട് വെറുക്കുന്ന, അവർ നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചതായ ആ മഹാഹദീനോട് വെറുക്കുന്ന വിഭാഗം അവരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹം അറ്റവര് എന്ന് പറഞ്ഞതായ ഹുവൽ അബ്തർ എന്ന അള്ളാഹു പറഞ്ഞ ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ, നിങ്ങളോടുള്ളതായ വെറുപ്പും അറുപ്പും പ്രകടിപ്പിക്കുന്ന, നിങ്ങളെ കോപിക്കുന്ന, അഥവാ നിങ്ങളുടെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താതെ നിങ്ങൾക്ക് കോപം ഉടലെടുക്കുന്ന രൂപത്തിലുള്ള സമീപനം സമീപിക്കുന്നവരാരുണ്ടുവോ അവര് അള്ളാഹുവിന്റെ അനുഗ്രഹം അറ്റവരാണ് എന്നും, അതിനിടക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പരലോകത്തിൽ കൗസർ നൽകാൻ പോകുന്നുണ്ട്. ആ കൗസർ നബിമാർക്കെല്ലാം എന്തുണ്ട്, പരലോകത്തിൽ എങ്ങനെയുള്ളതായ നദികളുണ്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകുന്നതായ മഹാ അത്ഭുത നദിയുടെ പേരാണ് കൗസർ എന്നത്. ആ കൗസർ ലഭിക്കുന്ന സന്ദർഭത്തിൽ ആ കൗസറിൽ കൂടി വിട്ടുകടക്കുന്നവര്, അതിൽ കൂടി കുടിക്കാൻ ചാൻസ് കിട്ടുന്നവര് മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനഹജ് അംഗീകരിച്ചവര്. അംഗീകരിക്കാത്തവരോ, റസൂലുള്ളാഹിയെ വെറുപ്പിച്ചവരോ, റസൂലുള്ളാഹിയുടെ മനഹജിനെ വെറുത്തവരോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതായ ആ റിസാലത്തിനെ ജീവിതത്തിൽ പകർത്താൻ കൂട്ടാക്കാത്തവരോ ആരുണ്ടുവോ
അത് ഖുർആനിനെ ആവട്ടെ സുന്നത്തിനെ ആവട്ടെ. ഖുർആനിനെ ആവുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമേ ഇല്ല. അപ്രകാരം തന്നെ സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്തിനെ വെറുക്കുക അത് റസൂലുള്ളാഹിനോടുള്ളതായ വെറുപ്പിനെ കുറിക്കുന്ന ഭാഗമാണ്. അങ്ങനെ ഒരാൾ കാട്ടിയാൽ, അങ്ങനെ ഒരു ജനത ചെയ്താൽ, അങ്ങനെയുള്ള വിഭാഗത്തെ ആ കൗസറിന്റെ പരിസരത്തിൽ വെച്ചിട്ട് ആട്ടപ്പെടും. ആ കൗസറിന്റെ പരിസരത്തിൽ വെച്ചിട്ട് അവരെ തള്ളപ്പെടും. ആ കൗസറിന്റെ പരിസരത്തിൽ വെച്ചിട്ട് അവരെ ബഹിഷ്കരിക്കപ്പെടും. അവർക്ക് വെള്ളം കുടിക്കാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്നതല്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ പറഞ്ഞ ഹദീസുകൾ സ്ഥിരീകരിക്കപ്പെട്ടതായിട്ട് നമുക്ക് സഹീഹിൽ കാണാവുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കലാമിനെ ധിക്കരിക്കുക, അവരുടെ കലാമിനെ അംഗീകരിക്കാതിരിക്കുക, ദേഹ ഇച്ഛയെ പിൻപറ്റുക, തുടരുക എന്നീ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വിഭാഗം അവൻ ഈ ലോകത്തിൽ തന്നെ അവൻ മബ്തൂറാണെന്ന് നാം പഠിച്ചു. അഥവാ അള്ളാഹുവിന്റെ അനുഗ്രഹം അറ്റ വ്യക്തിയാണ്. അവൻ മാത്രമല്ല, അവന്റെ കുടുംബവും അവന്റെ സമ്പത്തും എല്ലാം ഹസ്റത്ത് ദുനിയ വൽ ആഖിറ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവരായി മാറുന്നവരാണ് അവര്. ആ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചതെങ്കിൽ, അവർ കൊണ്ടുവന്ന ഹദിയോട് അവര് പെരുമാറിയത് എങ്കിൽ. എന്നാൽ അത് സംഭവിക്കാറുള്ളത് അധികവും എന്തിലൂടെയാണ്? അള്ളാഹുവിന്റെ കലാമിനെ തള്ളുക, അള്ളാഹുവിന്റെ റസൂലിന്റെ കലാമിനെ തള്ളുക, അതുപോലെ തന്നെ ദേഹയിച്ചയെ പിന്തുടരുക. അപ്പോൾ നാം എവിടെ ഏത് കാലഘട്ടത്തിലും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വ്യാപകമായി കാണുന്ന ഒന്നാണ് യുക്തിവാദികൾ, അതുപോലെ തന്നെ ഹദീസ് നിഷേധികൾ, അതുപോലെ തന്നെ നിരീശ്വരവാദികൾ, നിർമ്മതവാദികൾ, എന്തെല്ലാം പേരിൽ നമ്മുടെ മുമ്പിൽ ബുദ്ധിപൂജകന്മാർ, ഇവരുടെ കൂടെയെല്ലാം കറങ്ങുന്നതായ ഒരു മെയിൻ തത്വമാണ് എന്ത്? അല്ലാഹുവിന്റെ റസൂലിനെ തള്ളുക, അവരെ അവഗണിക്കുക, അവർ കൊണ്ടുവന്നതായ സുന്നത്തിനെ അവഗണിക്കുക, അവരുടെ ചര്യയെ അവഗണിക്കുക, അവർ കൊണ്ടുവന്നതായ ആ റിസാലത്തിനെ കൂട്ടാക്കാതിരിക്കുക, അതിനെ പഠിക്കാൻ വരെ തുനിയാതിരിക്കുക, അത് കൊള്ളരുതാത്തതാണെന്നത് പഠിക്കുന്നതിന് മുമ്പ് തന്നെ പറയുക. ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് മക്ക ഇമാം പറഞ്ഞതുപോലെ ദേഹയിച്ഛയാണ്, ദേഹയിച്ഛയെ അനുസരിക്കലാണ്. ദേഹയിച്ഛയെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ദേഹയിച്ഛയെ ഇലാഹാക്കുക എന്ന് പറയുന്ന ആ മഹാപാപം, ആ മഹാ തെറ്റ്, മനിത്തഖദ ഇലാഹഹു ഹവ, അവന്റെ ഇലാഹിനെ ഹവയാക്കി മാറ്റിയവനെന്ന് അള്ളാഹു ഖുർആനിൽ സൂചിപ്പിച്ച വിഭാഗത്തിലേക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ആ വിഭാഗത്തിൽ പെട്ടുപോകുന്നതാണ് ദേഹയിച്ഛ അനുസരിച്ചിട്ട്. ദേഹയിച്ഛ എന്തു പറയുന്നു? ആ ദേഹയിച്ഛ പറയുന്നത് അനുസരിച്ചിട്ട് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ വിധിവിലക്കുകളെ, അവർ കൊണ്ടുവന്നതായ നിയമങ്ങളെ, അവർ കൊണ്ടുവന്നതായ ഹദീകളെ തള്ളാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നത് അത് വിഡ്ഢിത്വമാണ്. അത് ബുദ്ധിജീവി ചെയ്യാൻ പാടില്ലാത്തതാണ്. ദേഹ ഇച്ഛ എന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യന്റെ ഇച്ഛ, അവൻ ഇച്ഛിക്കുന്ന കാര്യം മറ്റുള്ളവൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, മറ്റുള്ളവൻ ഇച്ഛിക്കുന്ന കാര്യം മൂന്നാമത്തെ വ്യക്തി ഇച്ഛിക്കുന്നത് പോലെയല്ല. വ്യക്തികൾ മാറുമ്പോൾ ഇച്ഛിക്കുന്ന കാര്യങ്ങളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ചിന്താഗതികളും മാറി മാറി വരും. അപ്പോൾ മതം എന്ന് പറഞ്ഞാൽ അത് സമാവിയാണ്, ആകാശത്തിൽ നിന്നിട്ട് ഇറങ്ങിയതാണ്. അള്ളാഹുവാണ് അതിന്റെ യജമാനൻ, അള്ളാഹുവാണ് അതിനെ ഇറക്കിയവൻ എന്നതുകൊണ്ട് തന്നെ അള്ളാഹു നിയോഗിച്ചതായ അള്ളാഹുവിന്റെ ദൂതരായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും സത്യത്തിലേക്ക് എത്താൻ, യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നതല്ല. മറിച്ച് ബുദ്ധിക്ക് വിട്ടുകൊടുത്താൽ ഓരോ മനുഷ്യന്റെ ബുദ്ധി അനുസരിച്ചിട്ട് നമുക്ക് തത്വങ്ങൾ മാറ്റേണ്ടി വരും, നമ്മുടെ ചിന്താഗതികൾ മാറ്റേണ്ടി വരും. അതനുസരിച്ചിട്ട് പിന്നെ ഖുർആനിനെയും സുന്നത്തിനെയും വളച്ചൊടിക്കുക എന്ന ആ മഹാപാപത്തിലേക്കും ആ മഹാപഴവിലേക്കും എത്തേണ്ടി വരും. അതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് സംഭവിക്കൽ ചില അതിലേക്ക് ജനങ്ങളെ തെളിക്കുന്നതായ നേതൃത്വത്തെ പിൻപറ്റിയത് കൊണ്ടായിരിക്കും, അന്ധമായി അനുകരിച്ചത് കൊണ്ടായിരിക്കും. അന്ധമായി അവന്റെ ഷെയ്ഖിനെ അനുകരിച്ചു, അല്ലെങ്കിൽ അവന്റെ പാർട്ടിയെ, സംഘടനയെ അനുകരിച്ചു. നിരീശ്വരവാദികളുടെ പാർട്ടിയായിരിക്കും. ആ പാർട്ടിയുടെ ബേക്കിൽ അണിനിരക്കുമ്പോൾ അവരെന്ത് പറഞ്ഞാലും അത് ബുദ്ധിക്ക് യോജിക്കട്ടെ യോജിക്കാതിരിക്കട്ടെ അത് അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ ഓരോ വ്യക്തികളുടെ ബേക്കിൽ അണിനിരക്കുന്നു. എന്ന അറബി ഭാഷയിൽ പറയും, തുടരുന്നവനും. ഈ തുടരുന്നവൻ ചിന്തിക്കാതെ അന്ധമായി എന്താണ് ഷെയ്ഖ് പറയുന്നത്, എന്താണ് ആ വ്യക്തി പറയുന്നത്, എന്താണ് ആ പാർട്ടി പറയുന്നത്, എന്താണ് ആ സമൂഹം പറയുന്നത് എന്നത് നോക്കുക, എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കുക. ഇങ്ങനെ ചെയ്യുന്ന വിഭാഗം അത് ഷെയ്ഖ് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുന്ന അത് തരീഖത്തിന്റെ ഷെയ്ഖ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മദാഹിബുകളാവട്ടെ, ഇസ്ലാമിക മദ്ഹബുകളാവട്ടെ,
ആവട്ടെ, അവകളെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായ യുക്തിവാദികൾ പോലോത്ത, അല്ലെങ്കിൽ നിരീശ്വരവാദികൾ പോലോത്ത, അല്ലെങ്കിൽ ബുദ്ധിപൂജകന്മാർ പോലോത്ത, അല്ലെങ്കിൽ ഹദീസ് നിഷേധികളായ ഖുർആനിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുർആൻ നിഷേധികളെ പോലോത്ത വിഭാഗമെല്ലാം യഥാർത്ഥത്തിൽ ഈ ഇനത്തിൽപ്പെടുന്നവരാണ്. ഇന്ന് മക്ക ഇമാമു സൂചിപ്പിച്ച ഇനത്തിൽപ്പെടുന്നവരാണ്. കാരണം അവരെല്ലാം ദേഹേച്ഛയുടെ ബേക്കിലാണ് നടക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ അവര് മുന്തിക്കുന്നത്, അവര് പരിഗണന നൽകുന്നത്, അവർ മാനദണ്ഡമാക്കുന്നത് അവരുടെ ഷെയ്ഖിനെയാണ്, അല്ലെങ്കിൽ അവരുടെ തരീഖത്തിനെയാണ്, അല്ലെങ്കിൽ അവരുടെ തായിഫത്തിനെയാണ്, അഥവാ അവരുടെ സംഘടനയെയാണ്. അവര് എന്ത് പറഞ്ഞാലും അത് ഖുർആന് എതിരായിരുന്നാലും ഖുർആനോട് യോജിച്ചാലും, അത് വിശുദ്ധ ഫുർഖാൻ അദീമിന്റെ നിയമത്തിന് യോജിച്ചതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീനോട് അവർ കൊണ്ടുവന്നതായ സുന്നത്തിനോട് യോജിച്ചതാണെങ്കിലും അല്ലെങ്കിലും അവര് അതല്ല പരിഗണിക്കുക, അതല്ല മാനദണ്ഡമാക്കുക. അവരുടെ തായിഫത്തിനെ, അവരുടെ സംഘടനയാണ് അവർ പരിഗണിക്കുക, അവരുടെ ഷെയ്ഖിനെയാണ് പരിഗണിക്കുക. അവർ തുടരുന്നത് ആരെയാണ്? അവനെയാണ് പരിഗണിക്കുക, അവനെയാണ് പൂജിക്കുക, അവനെയാണ് പ്രീതിപ്പെടുത്താൻ പരിശ്രമിക്കുക. ഈ തെറ്റ്, ഈ കുറ്റം പണ്ട് തന്നെ ലോകത്തിൽ വ്യാപകമാണ്. ഇപ്പോൾ അത് വളരെ വളരെ വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കൊറോണ യുഗത്തിലൊക്കെ വളരെ ആഴത്തിലിറങ്ങി മുസ്ലിം സംഘടനകൾ ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെ ചിന്ന ഭിന്നമായിട്ട് ജനങ്ങൾ, പ്രത്യേകിച്ച് ഉമ്മത്ത് മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗം ചിന്ന ഭിന്നമായി വേർപെട്ട് ഭിന്നിച്ച് ജീവിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് രക്ഷയിലേക്ക് എത്താൻ, പരലോകമോക്ഷം നേടുന്നതിന് മുമ്പ് ഭൂമിയിൽ തന്നെ അവർക്ക് വിജയകരമായ ജീവിതം കൈകൊള്ളാൻ ഉള്ളതായ മാനദണ്ഡം ഏതാണെന്ന് അവര് കണ്ടുപിടിച്ച് പഠിച്ച് അവരുടെ പണ്ഡിതന്മാരെ സമീപിച്ച് അവര് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കുക എന്ന് അല്ലാഹു പറഞ്ഞ ആ ഖുർആൻ അനുസരിച്ചും തിരുസുന്നത്ത് അനുസരിച്ചും ഫത്വ നൽകുന്ന പണ്ഡിതന്മാരെ സമീപിച്ചിട്ട് ഇങ്ങനെയുള്ളതായ യുക്തിവാദികളും നിരീശ്വരവാദികളും നിർമ്മതവാദികളും ബുദ്ധിപൂജകന്മാരും ഹദീസ് നിഷേധികളും അങ്ങനെയുള്ളതായ പല പല ഇനങ്ങൾ വ്യാപകമായി കൊണ്ടേ ഇരിക്കുമ്പോൾ ഖുർആനും സുന്നത്തും അറിഞ്ഞു പഠിച്ചുകൊണ്ട് ജനങ്ങളെ നയിക്കുന്നതായ പണ്ഡിതന്മാരെ സമീപിച്ചിട്ട് അത്തരം അപകടത്തിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി പാടുപെടേണ്ടതാണ്. അല്ലാത്ത പക്ഷം പരലോകത്തിലേക്ക് എത്തുമ്പോൾ അള്ളാഹു തന്നെ ഖുർആൻ പറയുന്നുണ്ട്, ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഔൽ അദാബ വതഖത്തഅത് ബിഹുമുൽ അസ്ബാബ്. പിന്തുടർന്നവർ പിന്തുടരപ്പെട്ടവരോട് ഒഴിവാകുന്നതായ സന്ദർഭത്തെ നിങ്ങൾ ഓർക്കണം. ഇത് തബറഅല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഔൽ അദാബ. എപ്പോഴാണ് അവര് പിന്തുടരപ്പെട്ടവരോട്, നേതൃത്വങ്ങളോട്, ശൈഖന്മാരോട്, അവരുടെ സംഘടനകളോട് അവര് ഒഴിവ് പ്രഖ്യാപിക്കുന്ന, ഇവരും ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല, ഞങ്ങളിലുമായിട്ട് ടച്ചില്ല, ഞങ്ങളുടെ ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ഒഴിവാകുന്ന, അവരെ വെടിയുന്നതായ ഒരു കാലഘട്ടം വരും. എപ്പോൾ? അദാബ് കാണുന്ന വേളയിൽ, ശിക്ഷ കാണുന്ന വേളയിൽ. അദാബ്, അവർ ശിക്ഷ കാണും, നരകം കാണും. അവരുടെ മുമ്പിൽ ആളിപ്പാടി കത്തുന്ന നരകമായിരിക്കും. ആ സന്ദർഭത്തിലാണ് അവർ ഓർക്കുക, നാം ആ ഷെയ്ഖിനെ പിൻപറ്റിയത് ശരിയായില്ല, ആ തരീഖത്തിനെ പിൻപറ്റിയത് ശരിയായില്ല, മുഹമ്മദിനെ പിൻപറ്റിയാൽ രക്ഷപ്പെട്ടിരുന്നേനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയുടെ ബാക്കിൽ സഹാബാക്കൾ അണി നടന്നതുപോലെ അന്ധമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അനുകരിക്കാൻ ഖുർആൻ കൽപ്പിച്ച ആ കൽപ്പന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചിന്തിക്കാൻ തന്നെ അവകാശമില്ല. അള്ളാഹ് നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ, റസൂല് നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ എന്ന് ഖുർആനിൽ പറഞ്ഞ ആയത്തിനെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്ന സന്ദർഭം അവിടെയായിരിക്കും. എന്നിട്ട് അവര് ഒഴിവ് പറയാൻ, അല്ലെങ്കിൽ ഒഴിവ് പറയാൻ, ഞങ്ങൾ ഈ ഷെയ്ഖുമായിട്ട് ടച്ചില്ല, ഈ തരീഖത്തുമായി ടച്ചില്ല, ഈ ആൾക്കാരുമായി ബന്ധമില്ല, ഈ സംഘടനയുമായി ബന്ധമില്ല, ഈ നേതൃത്വങ്ങളായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാകുന്നതായ സന്ദർഭം വരുന്ന കാലത്തെക്കുറിച്ച് അള്ളാഹു പറയുകയാണ് ഖുർആനിൽ, അസ്ബാബ്. അപ്പോഴാണെങ്കിൽ അവർക്കൊരു ബന്ധവുമില്ല, ഒരു ഫോണില്ല, ഒരു മൊബൈലില്ല, ദുനിയാവിലേക്ക് വീണ്ടും വരാനുള്ള ചാൻസ് ഇല്ല, സഹായിക്കുന്ന ആളില്ല, സഹകരിക്കുന്ന ആളില്ല, അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആളില്ല, ഒന്നുമില്ലാത്തൊരു കാലഘട്ടമാണ് ആ സന്ദർഭം. ഈ ഭൂമിയിൽ വെച്ചിട്ട് പിഴച്ചവരെ പിന്തുടരുന്നവർ പറയുന്നതാണ്, ലൗ അന്ന ലനാ കറത്തൻ, നാം ദുനിയാവിലേക്ക് ഒന്നുകൂടി മടങ്ങുകയാണെങ്കിൽ ഫനതബറഅ മിൻഹും, ഈ ശേഖന്മാരോട് ഞങ്ങൾ നിങ്ങളുമായിട്ട് ടച്ച്
പഴച്ചില്ല. നിങ്ങളുടെ സംഘടനയുടെ ബേക്കിലോ നിങ്ങൾ കൊണ്ടുവന്ന ഈ തരീഖത്തിന്റെ ബേക്കിലോ ഈ പഴച്ച ചിന്താഗതിയുടെ ബേക്കിലോ ഞങ്ങൾ അണിനിരക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ഒഴിവാകാൻ, ദുനിയാവിലേക്കൊന്ന് മടങ്ങാൻ സാധിക്കുമെങ്കിൽ തരക്കേടില്ലായിരുന്നനെ എന്ന് കമാ തബറഉ മിന്ന, ഇവിടെ വെച്ചിട്ട് അവർ ഞങ്ങൾ നിന്നിട്ട് ഒഴിവായതുപോലെ. എവിടെ? പരലോകത്തിൽ നരകത്തെ കാണുന്ന വേളയിൽ അവരൊക്കെ പറയുന്നതാണ്, ഇവരെ പഴപ്പിച്ചത് ഞങ്ങളല്ല റബ്ബേ, അവർ സ്വന്തം തന്നെ പഴച്ചതാണ്. അവരോട് അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാനോ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചാക്കാനോ, അള്ളാഹു അല്ലാത്തവർക്ക് അറക്കാനോ, അല്ലെങ്കിൽ ഖബർ സിയാറത്ത്, ഇസ്ലാം അനുവദിച്ച ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് പകരം ഖബറിൽ പോയിട്ട് ഖബറാളികളോട് പ്രാർത്ഥിക്കാനോ, ഖബർ പൂജ റസൂലുള്ളാഹി പറഞ്ഞതുപോലെ ഖബർ പൂജ ചെയ്യുന്ന വിഭാഗം അപകടത്തിൽപ്പെട്ടവരാണെന്ന് റസൂൽ സൂചിപ്പിച്ചല്ലോ. അങ്ങനെയുള്ള ഇനത്തിൽ പെടാനോ ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അവരോട് കൽപ്പിച്ചിട്ടില്ല റബ്ബേ, അതുകൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കരുത് റബ്ബേ എന്ന് അവിടെ വെച്ചിട്ട് ഈ ജനങ്ങളെ വഴിപഴപ്പിച്ച വിഭാഗം, അത് യുക്തിവാദികളുടെ നേതൃത്വമാവട്ടെ, നിരീശ്വരവാദികളുടെ നേതൃത്വമാവട്ടെ, ഹദീസ് നിഷേധികളുടെ നേതൃത്വമാവട്ടെ, എന്തെല്ലാം പഴച്ച കക്ഷികൾ ഇവിടെ പഴച്ച ആ ചിന്താഗതികളിലേക്ക് ജനങ്ങളെ നയിച്ചിരുന്നുവോ അവരെല്ലാം അവിടെ വെച്ചിട്ട് നേതൃത്വങ്ങൾ ഒഴിവാകുന്നതാണ് എന്ന് ഖുർആൻ പറയുന്നു. ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് അവരെ പിന്തുടർന്ന, അന്ധമായി അവരെ അനുകരിച്ച, ചിന്തിക്കാതെ അവരുടെ ബേക്കിൽ കൂടിയ, അവർ ഖുർആനും സുന്നത്തും വലിച്ചെറിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ആ ബുദ്ധിപൂജകന്മാർ പറയുന്നതായ തത്വങ്ങളുടെ ബേക്കിൽ അണിനിർന്ന ആ വിഭാഗം പറയുന്നതാണ്, ഒന്ന് ദുനിയാവിലേക്ക് മടക്കൂ റബ്ബേ, ഞങ്ങൾ അവരെ തൊട്ടൊഴിവാവട്ടെ. കദാലിക യുരീഹുമുല്ലാഹു അമാലഹും ഹസറാത്തിൻ അലൈഹിം വമാ ഹും ബിഖാരിജീന മിനന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നാം പരലോകത്തിൽ ഇങ്ങനെയുള്ള വിഭാഗം ചെയ്തതായ അമലുകൊണ്ട് അവർ നശിച്ചു, നഷ്ടപ്പെട്ടു എന്ന ആ ഖേദത്തിന്റെ, ദുഃഖത്തിന്റെ കൈകടിക്കുന്ന രംഗം വരുന്ന രംഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചന നൽകുകയാണ്. അമാലഹും ഹസറാത്തിൻ അലൈഹിം വമാ ഹും ബിഖാരിജീന മിനന്നാർ. എന്തൊരു കഷ്ടം, എന്തൊരു നഷ്ടം, എന്തൊരു ഖേദം, എന്തൊരു ദുഃഖം, എന്തൊരു അപകടത്തിലാണ് ഞങ്ങൾ പെട്ടുപോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഖേദിക്കുന്ന യുഗം, ആ സന്ദർഭം അതാണ് അല്ലാഹു പറയുന്നു. തുടരുന്നു, വമാ ഹും ബിഖാരിജീന മിനന്നാർ. എന്ത് പറഞ്ഞാലും അവർക്ക് മടക്കമില്ല, നരകത്തിൽ നിന്നിട്ട് പുറത്തു വരാൻ സാധിക്കുന്നതല്ല, ഭൂമിയിലേക്ക് വീണ്ടും മടക്കമില്ല. അതങ്ങനെ ഒരു വ്യാമോഹം പറയുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു കാലഘട്ടം വരുന്നതിന് മുമ്പ് തന്നെ, അഥവാ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ, ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ചിന്തിക്കാം, ഇവിടെ വെച്ചിട്ട് റിസർച്ച് നടത്താം, ഇവിടെ വെച്ചിട്ട് സെമിനാർ കൂടാം, ഇവിടെ വെച്ചിട്ട് ആര് സത്യത്തിന്റെ മീതെ, ആരാ സത്യത്തിന്റെ മീതെ എന്ന് പഠനം നടത്താം. എന്നിട്ട് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ച് പഠിക്കുക എന്ന ആയത്ത് ഫിറ്റാക്കാം. അങ്ങനെയുള്ളതായ ഈ ഭൂമിയിൽ വെച്ചിട്ട് ചിന്തിക്കാൻ പറ്റുന്ന, പ്രവർത്തിക്കാൻ പറ്റുന്ന, ജോലി ചെയ്യാൻ പറ്റുന്ന, സേവിക്കാൻ പറ്റുന്ന ഈ യുഗത്തിൽ വെച്ചിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് അല്ലാഹു പറയും പോലെ ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ നാം സ്മരിക്കേണ്ടതായ ഒരു വിഷയമാണ് ഇന്ന് മക്ക ഇമാമ് തുടങ്ങി വെച്ചത്. ഇന്ന ആതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന സൂറത്ത് ഓതിയും കൊണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലുമായുള്ളതായ ടച്ച്, ബന്ധം നാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ വെച്ചിട്ട് തന്നെ സുന്ദരമായ, ആസ്വാദ്യകരമായ ആ ജീവിതം ജീവിക്കാൻ സാധിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബേക്കൽ അണിനിരക്കാനുള്ള ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാനുള്ള മാധ്യമമാണ്. എപ്പോഴും അള്ളാഹുവിനോട് ഹിദായത്തിന് ചോദിക്കുക, ഹിദായത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അതിനുള്ള മാധ്യമങ്ങൾ നീ ഉണ്ടാക്കി തരണം റബ്ബേ, അതിനുള്ള ചുറ്റുപാട് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചതായ ആ നീണ്ട 23 വർഷത്തിലുള്ളതായ ആ ത്യാഗത്തെ, ആ ജീവിതത്തെ, ആ വിശാലമായ വിജ്ഞാനപരമായ ആ സുന്നത്തിനെ പഠിക്കാൻ, ഖുർആനിനെയും സുന്നത്തിനെയും പഠിക്കാനുള്ളതായ മാധ്യമങ്ങളും വഴികളും ക്ലാസുകളും എല്ലാം കണ്ടെത്തുക. അതെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ ലളിതമായി, വളരെ എളുപ്പത്തിൽ എല്ലായിടങ്ങളിലും എല്ലാ വ്യക്തികളുടെ മൊബൈലിലും കിട്ടുന്നതായ ഒന്നാണ് യഥാർത്ഥത്തിൽ. എന്നാൽ മക്ക ഇമാം തുടരുകയാണ്, മൻ അനിസഹുൽ ഖുർആനു ലം യുഹിഷ്ഹു മുഹിഷ്. ഒരാൾക്ക് ഖുർആൻ കൊണ്ട് സമാധാനിക്കാൻ പറ്റിയാൽ അവൻ ഒരിക്കലും അവന് ഏകാന്തത തോന്നൂല. ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴും ഓതാൻ വിചാരിച്ചാൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ പോകും, ഇരിക്കും, ഖുർആൻ പിടിക്കും, എന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യും. അള്ളാന്റെ കലാം, നീ അള്ളാന്റെ കലാം ഓതുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നോട് സംസാരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറയുമ്പോൾ നീ അതിൽപ്പെട്ട ആളാണ്, നിന്നോടാണ് സംസാരിക്കുന്നത് അള്ളാഹു. അപ്പോൾ അള്ളാഹു നിന്നോട് സംസാരിക്കണമെന്ന് ബോധ്യമുണ്ടെങ്കിൽ നീ ഖുർആൻ പാരായണം ചെയ്യുക. അപ്പോൾ നിനക്ക് ഏകാന്തത നഷ്ടപ്പെടുന്നു, നിനക്ക് നല്ല രൂപത്തിൽ അള്ളാഹുവിനോടുള്ളതായ ബന്ധം പുലർത്തുവാനും ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കുന്നു. അല്ലദീന
ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ സത്യവിശ്വാസികൾ അവർക്ക് അവരുടെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും വരാൻ അള്ളാഹിനെ സ്മരിക്കുന്ന സന്ദർഭത്തിലാണ്. അപ്പോൾ ഖുർആനിനെ ഒരാള് അവന്റെ കൂട്ടുകാരനാക്കി മാറ്റിയാൽ അവന്റെ കൂടെ ഏത് സന്ദർഭത്തിലും എന്ത് പ്രശ്നം വരുമ്പോഴും അതിന് പരിഹാര മാർഗം കാണാൻ വേണ്ടിയിട്ട് ഖുർആനിനെ അവൻ ഉപയോഗിക്കുകയാണെങ്കിൽ, ഖുർആനിന്റെ വിധി വിലക്കുകൾ ഉപയോഗിക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും നൽകുന്നത് അള്ളാഹിനെ സ്മരിക്കലിലൂടെയാണെന്ന് ഖുർആൻ പറഞ്ഞ അങ്ങനെയുള്ള ആയത്തുകളെയെല്ലാം സ്മരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏകാന്തത അവന് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ അള്ളാഹുവിനോടുള്ളതായ റജാ, ആഗ്രഹങ്ങൾ അവനിൽ വർദ്ധിച്ചു വന്നാൽ അവന്റെ ഇബാദത്ത് നന്നാവും. അപ്പോൾ അള്ളാഹുവിനോടുള്ളതായ ആഗ്രഹം, അള്ളാഹുവേ എനിക്ക് പരലോകമോക്ഷം നൽകണേ റബ്ബേ, അള്ളാഹുവേ എന്നെ ഈമാനോടുകൂടി രക്ഷിക്കണേ റബ്ബേ, അള്ളാഹുവേ എനിക്ക് കോവിഡ് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും എന്റെ മരണം നല്ല മരണമാക്കി മാറ്റണേ റബ്ബേ. ഈ യുഗത്തിൽ എല്ലാവർക്കും പേടിയതാണ്, എനിക്ക് കോവിഡ് പിടിച്ചു പോകുമോ, ഞാൻ മരണപ്പെട്ടു പോകുമോ. നീ കോവിഡ് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും മെഡിക്കൽ നിർബന്ധമാണ്. അത് ഇന്നോ നാളെയോ മറ്റന്നാളോ വ്യത്യാസം ടൈമിന്റെ മാത്രമാണ്. അല്പം മുമ്പ് പോയി അവർ, അല്പം കഴിഞ്ഞു പോകും നാം എന്നതാണ് വ്യത്യാസം. അതുകൊണ്ട് മെഡിക്കൽ ഉറപ്പാണ്. എന്നാൽ മെഡിക്കൽ ഉറപ്പായിരിക്കവേ ആ മരണത്തിന് വേണ്ടി ഒരുങ്ങുക എന്നതാണ് റജാ എപ്പോഴും ഉണ്ടാവുക. അള്ളാഹുവിൽ നിന്നിട്ട് ആഗ്രഹം ഉണ്ടാവുക. അള്ളാഹുവിൽ നിന്നിട്ടാണ് നാം ആഗ്രഹിക്കേണ്ടത്. എന്ത്? നമുക്ക് ആവശ്യമുള്ളതായ ഒന്നാമത് ഹിദായത്ത്, അപ്രകാരം നമുക്ക് ആവശ്യമുള്ളതായ സമ്പത്ത്, ആവശ്യമുള്ളതായ സിഹത്ത്, ആവശ്യമുള്ളതായ ആരോഗ്യം, എല്ലാം അള്ളാഹുവിൽ നിന്നിട്ട് റജാ നമുക്ക് സമർപ്പിക്കാനുള്ളതായ ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? ഹസുനത്ത് ഇബാദത്തു, അവന്റെ ഇബാദത്ത് നന്നാവും. നന്നായി അവൻ എന്ത് ചെയ്യും? നിസ്കരിക്കുമ്പോൾ ഖുശൂഅോടുകൂടി, ഭക്തിയോടുകൂടി നമസ്കരിക്കാനുള്ള ഭാഗ്യം അവന് ലഭിക്കും. അപ്രകാരം തന്നെ അവൻ സദഖ, ധർമ്മം അള്ളാഹുവിന് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കാനുള്ള ഭാഗ്യം ലഭിക്കും. നോമ്പ് അള്ളാഹുവിന് വേണ്ടി പിടിക്കാനുള്ള ചാൻസ് കിട്ടും. അവന് രാത്രി ഹയാത്താക്കാനുള്ള ചാൻസ് കിട്ടും. അങ്ങനെ ധാരാളം ഇബാദത്തുകൾ ചെയ്യാനുള്ള ചാൻസ് കിട്ടൽ എപ്പോഴാണ്? നമ്മുടെ റജാ അള്ളാഹുലേക്കായി മാറുമ്പോഴാണ്. നാം ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നിട്ടാണ്. ഷിട്ടുകളോടല്ല, ഔലിയാക്കന്മാരോടല്ല, സാലിഹ്യങ്ങളോടല്ല, നബിമാരോടല്ല, മലക്കളോടല്ല, ജിന്നുകളോടല്ല. അവരെല്ലാം ഷിട്ടികളായിരുന്നു, ഷിട്ടികളാണ്. ഷിട്ടികളെ സംബന്ധിച്ചിടത്തോളം ഷിട്ടാവിലേക്ക് ആശ്രയിക്കുന്നവരാണ്. നിങ്ങളെല്ലാവരും അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലയോ ജനതയെ നിങ്ങളെല്ലാവരും അള്ളാഹുലേക്ക് ആശ്രയിക്കുന്നവരാണ്, ഫുഖറാ ആണ്. നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല. നിങ്ങൾ ഇത് ഉദ്ദേശിക്കട്ടെ ഉദ്ദേശിക്കാതിരിക്കട്ടെ, നിങ്ങളുടെ ആരോഗ്യം അള്ളാഹുവിൽ നിന്നിട്ടാണ്, നിങ്ങളുടെ സമ്പത്ത് അള്ളാഹുവിൽ നിന്നിട്ടാണ്, നിങ്ങളുടെ റിസ്ഖ് അള്ളാഹുവിൽ നിന്നിട്ടാണ്, എല്ലാം അള്ളാഹുവിൽ നിന്നിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അവനാണെങ്കിൽ ഐശ്വര്യവാനാണ്, സ്തുത്യർഹനാണ്. അങ്ങനെയുള്ള അള്ളാഹുമായുള്ള ടച്ച് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇബാദത്ത് നന്നാവുമെന്ന് മക്ക ഇമാം പറഞ്ഞ കൂട്ടത്തിൽ കാണാം. അതുപോലെ തന്നെ ഒരാൾ നല്ല കാര്യം കണ്ടാൽ അതിനെ ജനങ്ങളിൽ വ്യാപകമാക്കാൻ പരിശ്രമിക്കട്ടെ. ഒരാൾക്ക് വടക്ക് കാര്യം കണ്ടാൽ അത് ജനങ്ങളോട് പറഞ്ഞ് പരത്താതിരിക്കട്ടെ. വാക്കുകളിൽ നിന്നിട്ട് വടക്ക് വാക്കുകൾ എന്തായിരുന്നാലും വിരോധമില്ല. അതിനെ എന്ത് വേണം? ജനങ്ങൾ മറച്ചു വെക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. അത് കഴിവിന്റെ പരമാവധി മറച്ചു വെക്കണം. അത് പരസ്യപ്പെടുത്തരുത്, അത് പ്രചരിപ്പിക്കരുത് എന്ന് മാത്രം. ഇല്ലാമന്നുലിം, ആക്രമിക്കപ്പെട്ടവനൊഴിച്ച്. അവൻ ആക്രമിക്കപ്പെട്ടു വടക്ക് രൂപത്തിൽ. അങ്ങനെയുള്ളതായ ആക്രമിക്കപ്പെട്ടവന് മറ്റുള്ളവരോട് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവനെ അതിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി അത് പറയാം. അല്ലാത്ത പക്ഷം നിങ്ങൾ വടക്ക് കാര്യങ്ങൾ ജനങ്ങളിൽ വ്യാപകമാക്കരുത് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ശൈലിയാണ്. അത് ഇന്ന് മക്ക ഇമാം പറയുകയും ചെയ്തു. എന്നാൽ കൗസറി എന്നതായ ആ മഹാനദിയെ കുറിച്ച് വർണ്ണിച്ച് സംസാരിക്കുകയും ചെയ്തു മക്ക ഇമാം തുടരുകയുണ്ടായി. സാഹിബു ഹവ അഥവാ ദേഹേച്ഛയുടെ ബേക്കൽ, ബിദ്അത്തിന്റെ ബേക്കൽ അണിനിരക്കുന്ന വിഭാഗം സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നൽകപ്പെടുന്നതായ ഈ കൗസറിന്റെ സാന്നിധ്യത്തിലേക്ക്, അതിന്റെ അടുക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മലക്കുകൾ ഒരു വിഭാഗത്തെ തള്ളും. ആ വിഭാഗത്തെ തള്ളുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൗസർ കുടിപ്പിക്കണം, അവരെന്റെ ഉമ്മത്തികളാണെന്ന് മനസ്സിലാക്കി അവരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്കുകൾ പറയും, അവര് നിങ്ങളുടെ ഉമ്മത്തുകളല്ല, നിങ്ങൾ അവരോട് വിടവാങ്ങിയ ശേഷം അവരുടെ ഇഷ്ടാനുസരണം അവര് ബുദ്ധിപൂജകന്മാരായി മാറിയവരാണ്, അല്ലെങ്കിൽ ഹദീസ് നിഷേധികളായി മാറിയവരാണ്, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായി മാറിയവരാണ്, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്നവരായി മാറിയവരാണ്. അവര് നിങ്ങൾ കൊണ്ടുവന്നതായ തൗഹീദിന്റെ ഘടക വിരുദ്ധം പ്രവർത്തിച്ചവരാണ്, നിങ്ങൾ സമർപ്പിച്ച ഖുർആനിന്റെ എതിരിൽ പ്രവർത്തിച്ചവരാണ്, എതിരിൽ ജീവിച്ചവരാണ്. നിങ്ങൾ അവർക്ക് സമർപ്പിച്ചതായ 23 കൊല്ലത്തിലൂടെയുള്ളതായ ആ ഹദിയ്, ആ സുന്നത്ത് അവർ വെടിഞ്ഞവരാണ്, അവര് ചേഞ്ച് ചെയ്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നിട്ട് ആ വിഭാഗത്തെ ദൂരപ്പെടുത്തും. അവർക്ക് കൗതുറുപ്പിക്ക് കുടിക്കാനുള്ളതായ ചാൻസ് മലക്കുകൾ നൽകുന്നതല്ല അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഹുഖൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള റസൂലുള്ളാഹിയുടെ കൽപ്പന അംഗീകരിക്കാത്ത, ജീവിച്ച, ബിദ്അത്ത് ചെയ്ത, ശിർക്ക് ചെയ്ത, അനാചാരം ചെയ്ത, തോന്നിവാസങ്ങൾ ചെയ്ത, ഖബർ സന്ദർശിക്കുന്നതിന് പകരം ഖബർ പൂജ നടത്തിയ, അങ്ങനെയുള്ള റസൂലുള്ളാഹിന്റെ ദീനിനെ ചേഞ്ച് ചെയ്തവർ, അവർക്ക് നാശം, അവർക്ക് നഷ്ടം, അവർ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ദൂരപ്പെടുത്തപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഏക സാക്ഷിയും ശുപാർശയും ആവേണ്ടവരായ റസൂലുള്ളാഹ് അവിടുന്ന് വിടവാങ്ങേണ്ടതായ ഒരു രംഗമുണ്ടാകും. അങ്ങനെയുള്ള രംഗത്തിലേക്ക് മക്ക ഇമാമ് ഇന്ന് സൂചന നൽകുകയുണ്ടായി. നഷ്ടപ്പെടുത്തുന്നതായ 3 കാര്യങ്ങളിൽ പെട്ടതാണ് ഇത്തിബാഉൽ ഹവ, ദേഹേച്ഛയെ പിൻപറ്റുക. മനുഷ്യന്മാരെ നശിപ്പിക്കുന്ന കാര്യമാണ് ദേഹേച്ഛയെ പിൻപറ്റുക. മനുഷ്യന്മാരെ നശിപ്പിക്കുന്ന കാര്യമാണ് അന്ധമായ അനുകരണം ഉണ്ടാവുക. മനുഷ്യന്മാരെ നശിപ്പിക്കുന്ന കാര്യമാണ് ദുനിയവിയായ ആഡംബരങ്ങളിലും ഷഹവാത്തുകളിലും മാത്രം മുഴുകി എന്നിട്ട് മതിമറന്ന് അള്ളാഹുവിനെ മറന്ന് അള്ളാഹുവിന്റെ കൽപ്പനകൾ മറന്ന് ജീവിക്കുന്ന ഗതികേടുണ്ടാവുക. അതെല്ലാം മുഹ്ലിക്കാത്തിൽ പെട്ടതാണ്, മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഖുതുബയെ സമാപിച്ചത്. എന്നാൽ മദീനയിലെ അഹ്മദ് താലിബ് ഇബ്നു ഹുമയ്യിദ് എന്ന ഇമാമായിരുന്നു ഇന്ന് ഖുതുബ ഓതിയിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മസ്ജിദുൻ നബവിയിൽ. അദ്ദേഹം നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങൾ അള്ളാഹുലേക്ക് പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞുകൊണ്ടും അദ്ദേഹം ആരംഭിച്ചതായ ഭാഗം ബാദിറു ബിൽ അമാൽ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന അപകടത്തിലിട്ട് മോചിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള തടസ്സം വരുന്ന കാലഘട്ടം വരാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ സാധാരണ എന്റെ ക്ലാസ്സിൽ പറയാറുള്ള ഹദീസ് ഇവിടെ വെക്കുന്നു. ഹൽ തൻതദുറൂന ഇല്ലാ ഫഖറൻ മുൻസിയ, നിങ്ങളുടെ ജീവിതത്തിലുള്ളതായ എല്ലാ അനുഗ്രഹങ്ങളും മറന്നു പോകുന്ന രൂപത്തിലുള്ളതായ ഫഖർ നിങ്ങൾ പ്രതീക്ഷിക്കുകയാണോ? എപ്പോഴാണ് നമ്മൾക്ക് ദാരിദ്ര്യം വരിക ആർക്കും പറയാൻ പറ്റുകയില്ല. അഥവാ പെട്ടെന്ന് ദാരിദ്ര്യം വന്നു പോയാൽ ഇന്നത്തെ യുഗത്തിൽ കണ്ടില്ലേ, രാഷ്ട്രങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് എത്തിപ്പോയിരിക്കുകയാണ്. എന്ത് കാരണത്താൽ? ഇപ്പോൾ ഉള്ളതായ ഈ കോവിഡ് കാരണത്താൽ, ചെറിയ വൈറസ് കാരണത്താൽ രാഷ്ട്രങ്ങൾ തന്നെ വൻ രാഷ്ട്രങ്ങൾ തന്നെ മഹാ അപകടത്തിലും മഹാപ്രയാസത്തിലുമാണ്. അപ്പോൾ എപ്പോൾ നമുക്ക് ഫഖർ വരുമെന്നത് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആ ഫഖർ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് ഓടിച്ചെല്ലാൻ വേണ്ടി പരിശ്രമിക്കുക. ഔ ഗീനൻ മുത്തദിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സമ്പത്ത് വന്നുകൊണ്ട് ആ സമ്പത്ത് നിങ്ങൾക്ക് തുകയാനായി മാറും, അഥവാ നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ നശിപ്പിക്കുന്നതായ സമ്പത്തായി മാറും. നിങ്ങൾ ഇസ്രാഫിലൂടെ, തബ്ദീലിലൂടെ, വേസ്റ്റാക്കലിലൂടെ അള്ളാഹുവിന്റെ കോപത്തിനിരയായി മാറുന്ന കല്ല ഇന്നൽ ഇൻസാന ലയത്ഗ അർആഹു ഇസ്തഗ്ന, മനുഷ്യൻ ധിക്കാരിയായി മാറുന്നു എപ്പോൾ? അവന്റെ കൂടെ കാശ് കാണുമ്പോൾ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ സമ്പത്തുണ്ടായി കഴിഞ്ഞാൽ സമ്പത്ത് എപ്പോഴും നന്മയല്ല, സമ്പത്ത് പലപ്പോഴും തിന്മയായി മാറും. അങ്ങനെയുള്ള സമ്പത്തിനെയാണോ നീ പ്രതീക്ഷിക്കുന്നത്? എന്തേ നീ അമൽ സാലിഹാത്ത് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല? ഔ മറവൻ മുഫ്സിദ, അല്ലെങ്കിൽ നിന്റെ ബുദ്ധിയെ നശിപ്പിച്ച് കളയുന്ന രോഗത്തെ നീ പ്രതീക്ഷിക്കുകയാണോ? നമുക്കറിയാം എത്ര പേര് ഫോൺ ചെയ്തുകൊണ്ട് എന്നോട് പറയാറുണ്ട്. ഈ ആഴ്ച തന്നെ ചിലർ ഫോൺ ചെയ്തു പറഞ്ഞു, മൗലവി ഇന്ന വ്യക്തി, അദ്ദേഹത്തിന് ഇത്ര വയസ്സാണ്, 20-ൽ കൂടുതലാണ്, അല്ലെങ്കിൽ 30ഓളം വയസ്സായി, അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തോ ഒരു സംഭവം നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ ബുദ്ധി നഷ്ടപ്പെട്ടു. അങ്ങനെ പലരിലും സംഭവിക്കാൻ, ബുദ്ധി നഷ്ടപ്പെടാനും നമ്മുടെ മുമ്പിൽ അള്ളാഹു നൽകിയതായ വിശാലമായ അനുഗ്രഹമായ ഇസ്തിഹാത്ത് നഷ്ടപ്പെടാനും ഇതിനൊക്കെ ചെറിയ ചെറിയ കാരണങ്ങൾ മതി. അങ്ങനെയുള്ള വല്ല രോഗം വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗം പോകും, മറ്റൊരു ഭാഗം പോകും, ഒരു കാല് നഷ്ടപ്പെടും, ഒരു കൈ നഷ്ടപ്പെടും, അല്ലെങ്കിൽ കണ്ണ് നഷ്ടപ്പെടും. അങ്ങനെയുള്ള അപകടങ്ങളെ പ്രതീക്ഷിക്കുകയാണോ? അല്ല, അതിനു മുമ്പ് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് കൊതിക്കുക. ഔ ഹറമൻ മുഫന്നിദ, അല്ലെങ്കിൽ നീ വാർദ്ധക്യത്തെ പ്രതീക്ഷിക്കുകയാണോ? എങ്ങനെയുള്ള വാർദ്ധക്യം? മുഫന്നിദ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ അത്തും വിത്തും, ഒന്നും മനസ്സിലാവുകയില്ല, കഴിഞ്ഞു പോയത് ഓർമ്മയില്ല, കുട്ടികളെ പോലെ പെരുമാറേണ്ടതായ ഗതികേട് വരും. അങ്ങനെയുള്ളതായ ഹറമിനെ പ്രതീക്ഷിക്കുകയാണോ? ഔ മൗതൻ മുജഹിസ, നിന്നെ നിന്നെടുത്ത് നിർത്തിക്കളയുന്നതായ ആ കണ്ടാമർഗമാകുന്ന മരണത്തെ പ്രതീക്ഷിക്കുകയാണോ? എന്തേ, എപ്പോൾ, ഏത് കാലഘട്ടത്തിൽ നിന്നെ മരണം പിടികൂടുമെന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല. എത്ര വലിയ കോടീശ്വരനാണെങ്കിലും നേതാവാണെങ്കിലും മരണം
വരുന്നത് നടക്കുന്ന വേളയിലാണ്, മനസ്സയിലാണ്, അല്ലെങ്കിൽ വലിയ വലിയ സ്റ്റേജിലാണ്, അവിടെ കിടക്കേണ്ടി വരും. അവിടെ തന്നെ കിടത്തും മരണം പിടിച്ചിട്ട് അങ്ങനെയാണ് സംഭവിക്കുക. അങ്ങനെയുള്ളതായ ആ കണ്ടാമൃഗത്തെ നീ പ്രതീക്ഷിക്കുകയാണോ? അതുവരെ നീ എന്തുകൊണ്ട് നീ അമൽ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് മുന്നിടാൻ, അള്ളാഹുലേക്ക് കുതിക്കാൻ നീ പരിശ്രമിക്കുന്നില്ല? അവിദ്ദജ്ജാല അല്ല നീ പ്രതീക്ഷിക്കുന്നത് ദജ്ജാലിനെയാണോ? ദജ്ജാലാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും വടക്ക് പ്രതീക്ഷിക്കപ്പെടുന്ന വ്യക്തിയാണ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ദജ്ജാലിനെയാണോ നീ പ്രതീക്ഷിക്കുന്നത്? അഥവാ ദജ്ജാൽ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല. പലരും നല്ല ബുദ്ധിമാന്മാർ വരെ ബുദ്ധിയെ അവന്റെ മുമ്പിൽ അടിയറവെക്കേണ്ട ഗതികേട് വരുന്നതായ സംഭവത്തെ കുറിച്ച് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിന്റെ വരവേൽപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നബിമാരിൽ നിന്നിട്ട് ഓരോ നബിമാരും ദജ്ജാലിനെ തൊട്ട് കാവലിനെ ചോദിക്കാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു എന്നതാണ് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചത്. നമ്മളോടും കൽപ്പിക്കപ്പെട്ടു ദജ്ജാലിന്റെ ശററിനെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിച്ചു. പിന്നെ അവസാനമായിട്ട് റസൂൽ പറയുകയാണ്, നിങ്ങളോട് ഞാൻ ഈ പറഞ്ഞതൊക്കെ റസൂലുള്ളാഹിന്റെ വാക്കാണ്, സഹീഹായ ഹദീസാണ്, മഹാനായ അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അവസാനമായിട്ട് ചോദിക്കുകയാണ്, അവിസ്സഅത നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അന്ത്യനാളിനെയാണോ? വസ്സഅതു അദ്ഹാ വഅമർ പ്രതീക്ഷിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൈപ്പുള്ള സാധനമാണ് സഅത്ത് എന്ന് പറഞ്ഞാൽ. വമാ അംറു സഅതി ഇല്ലാ കലംഹിൽ ബസരി ഔ ഹു അഖറബ്. ഈ സഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് പരലോകം അല്ലേ, കുറെ കാലമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കരുത്. അന്ത്യനാളെന്ന് പറഞ്ഞാൽ കണ്ണടച്ചു പൊക്കുന്ന അതുപോലെയോ അതിനേക്കാളും പെട്ടെന്നോ ഇവിടെ വന്നാസന്നമാകാൻ പോകുന്നതായ ഒരു മഹാ അപകടമാണ് സഅത്ത് എന്ന് പറഞ്ഞാൽ. അതൊക്കെ വരുന്നതിന് മുമ്പായിട്ട് റസൂലുള്ളാഹി ഉമ്മത്തിനോട് പറയുന്നു, ഉമ്മത്തുകളെ നിങ്ങൾ ബാദിറൂ ബിൽ അമാൽ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടി ചെല്ലുക, ഓടിയെത്തുക, അതിന് നിങ്ങൾ പരിശ്രമിക്കുക എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നു. എന്നാൽ ഈ ഹദീസ് ഞാൻ യഥാർത്ഥത്തിൽ ഇന്ന് മദീന ഇമാം ഓതിയത് കൊണ്ടല്ല, അതിന്റെ തുടക്കം ഓതിയതാണ്, ഞാനത് പരിപൂർണമാക്കിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി പാടുപെടണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഖുതുബയെ പരിപൂർണമാക്കാൻ വേണ്ടി വളരെ ഷോർട്ടാക്കിയിട്ടാണെങ്കിലും മക്ക ഇമാമും മദീന ഇമാമും ഈ ദിവസങ്ങളിലൊക്കെ വളരെ ഷോർട്ടായിട്ടാണ് ഖുതുബ ഓതാറുള്ളത്, കോവിഡ് പ്രശ്നം കാരണത്താൽ. എന്നാലും പ്രശ്നമില്ല, നമുക്ക് അറിയേണ്ട പഠിക്കേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവർ പറയാറുള്ളത്. അഖിമിസ്സലാത ലിദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കാരത്തെ കൃത്യമായിട്ട് നിലനിർത്തണമെന്ന അള്ളാന്റെ കൽപ്പന നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. അത് സിലത്തും ബൈനൽ അബ്ദി റബ്ബിഹി, അടിമയുടെയും യജമാന്റെയും അഥവാ അള്ളാഹുവിന്റെയും ഇടയിലുള്ളതായ ഒരു ടച്ചാക്കുന്ന ബന്ധപ്പെടുത്തുന്ന ഒരു സാധനമാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ അതിൽ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. അത് നിങ്ങൾ നിസ്കാരം അതാതിന്റെ ടൈമിൽ തന്നെ നമസ്കരിക്കണം. പിന്നെ മദീന ഇമാം പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ കൂടെയുള്ള സമ്പത്തും നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ മക്കളും അത് നിങ്ങൾക്ക് പരീക്ഷണമാണ്. വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം, അല്ലാഹുവിന്റെ അടുക്കൽ മഹാ പ്രതിഫലമുണ്ട്, മഹാ അനുഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് എന്തിനെയാണ്? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെയാണ്. ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിന്റെ പരമാവധി നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. വസ്മഉ അതീഉ, നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടുക, അല്ലാഹുവിനെ അനുസരിക്കുക. വഅൻഫിഖു ഖൈറൻ ലിഅൻഫുസികും, നിങ്ങൾ അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുക, അത് നിങ്ങൾക്കാണ് നന്മ. വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഒരാള് ലുബ്ധതയിൽ നിന്നിട്ട് രക്ഷപ്പെട്ടാൽ, ബഖീൽ തരം ഒഴിവാക്കിയാൽ, അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കൽ എന്ത് വന്നാലും പ്രശ്നമില്ല, ഞാൻ അല്ലാഹുവിനെ പ്രീതിപ്പെടുത്തട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് അല്ലാഹ് തന്നതാണ്, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടതാണ് എന്ന തീരുമാനത്തോടു കൂടി അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിച്ചാൽ വമൻ യൂഖ ശുഹ നഫ്സിഹി, അല്ലാഹ് പറയുന്നു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ, അവരാണ് വിജയികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലുള്ള വിജയികളിൽ അല്ലാഹു നാം എല്ലാവരെയും പെടുത്തുമാറാകട്ടെ. മക്ക ഇമാമും മദീന ഇമാമും പറഞ്ഞതായ ആ വിഷയത്തിൽ ഒതുങ്ങുന്നതായ ഉപദേശ നിർദ്ദേശങ്ങളെ ജീവിതത്തിൽ ആസകലം പകർത്തി അള്ളാഹുവിന്റെ പ്രീതികരമാക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ക്ലാസ് മെമ്പർ 40 കൊല്ലം മുമ്പേ ക്ലാസ് മെമ്പറായിരുന്ന ഡോക്ടർ മുല്ലക്കോയെ പോലത്തെ പലരും നമ്മുടെ ഈ കോവിഡ് പ്രശ്നത്തിൽ മരണപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടിയെല്ലാം നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവരുടെ ഖബറുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തോപ്പുകളാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമുക്കും സ്വർഗ്ഗത്തോപ്പിൽ പരലോകത്തിൽ എല്ലീൻ എന്ന ഉയർന്ന ഗ്രേഡാകുന്ന ഫിർദൗസിൽ അഅ്ല എന്ന് സൂചിപ്പിക്കപ്പെട്ട
ആ ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വഴിയിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് സേവിച്ച് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തി നമുക്ക് മുന്നോട്ട് കുതിക്കാൻ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും തൗഫീഖും ഇഖ്ലാസും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. അപ്രകാരം നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത മഹാത്മാക്കൾക്കും മഹദികൾക്കും എല്ലാവർക്കും അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ. രോഗങ്ങളെ അള്ളാഹു ശിഫിയാക്കട്ടെ. അവരിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അപ്രകാരം തന്നെ അവരിൽ നിന്നിട്ട് കടമുള്ളവരുടെ കടത്തെ അള്ളാഹു വീട്ടട്ടെ. കഷ്ടതകൾ അള്ളാഹു ദൂരപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ സല്ലി വസല്ലിം മുബാരിക് വഅൻഇം അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.